നമസ്കാരം. ഇന്ന് ഞാൻ വൈകിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ മെസ്സേജ് കിടക്കുകയാണ് ഇവിടെ. ആ മെസ്സേജിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, മധ്യസ്ഥത ഉണ്ടാക്കാൻ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ബിഷപ്പ് തിരുത്തുകയാണ് വേണ്ടത് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരിക്കുകയാണ്. വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ബിഷപ്പുമാരെ പോലുള്ള ആളുകൾ അവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ജാഗ്രത പുലർത്തണം, അതായത് ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽ എനിക്കിങ്ങനെ അയച്ചു കിട്ടിയിരിക്കുകയാണ്. ഈ രണ്ട് പുണ്യാത്മാക്കൾ, ബഹുമാനപ്പെട്ട സംപൂജ്യനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അതുപോലെ സംപൂജ്യനായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവരെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതിയിൽ അഭിസംബോധന ചെയ്യുക. വേറെ രീതിയിലാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിസംബോധനയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ അവസരം കിട്ടിയിട്ടില്ല. അതേസമയത്ത് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിനടുത്ത് എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോടൊപ്പം ആഹാരം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരേ വേദിയിൽ വെച്ചിട്ട് കാഞ്ഞങ്ങാട്. ഇവർക്ക് രണ്ടുപേരും പ്രായം ചെന്ന് വരാം. ഒരാൾക്ക് 65-66 വയസ്സുണ്ട്, ജഫ്രി മുത്തുക്കോയ തങ്ങൾക്ക്. കാന്തപുരം അബൂബക്കറും ചെറുപ്പക്കാരനാണ് കേട്ടോ, 90 വയസ്സ്. പക്ഷെ അവരുടെ മനസ്സിൻ്റെ യൗവനം, ഇന്നും അവർ മനസ്സിൻ്റെ യൗവനം കാത്തു സൂക്ഷിക്കുന്നു, ഓടി നടന്ന് കാര്യങ്ങൾ നടത്തുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, വേണ്ടുന്ന രീതിയിൽ ജാഗ്രതയോട് കൂടിയിട്ട് വാക്കുകളും നോക്കുകളും അവരുടെ ചിന്തകളും പുറത്തേക്ക് അവരെ പ്രകോപിപ്പിക്കുന്നു. അവരുടെ ആ മനസ്സിൻ്റെ യൗവനം, മനസ്സിൻ്റെ ബലം, അതിൻ്റെ മുമ്പിൽ പ്രണമിച്ചേ മതിയാവും. ഞാൻ പ്രണമിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, യാതൊരു മുഖവരിയും കൂടാതെ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ കുറേ കുറുക്കന്മാർ ഓടി നടക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൊച്ചുകുട്ടികളുണ്ടല്ലോ, കൊച്ചുകുട്ടികൾ വഴക്കൂടുന്ന സമയത്ത് മാഷു എന്ന് വിളിക്കും, രമണൻ ഇടുവാ, ഇടുവാ. എന്നിട്ട് രണ്ടുപേരും ഓഫീസിൽ, എന്താ നീ ഇവനോട് പറഞ്ഞേ? അവനെ കരച്ചിലാരംഭിക്കും. നീ എന്താ അവനോട് പറഞ്ഞേ? അവന് കരച്ചിലാരംഭിക്കും. ഇനി മേലെ ആവർത്തിക്കരുത്. രണ്ടുപേർക്ക് 2 അടി വെച്ച് കൊടുത്ത് പറഞ്ഞു വിടുന്നു. അതിനുള്ള മാഷുമാരാകാനുള്ള താല്പര്യം വെച്ച് നമ്മുടെ 2 മാഷന്മാരിറങ്ങി തിരിച്ചിട്ടുണ്ട്. K. സുധാരൻ മാഷും VD സതീശൻ മാഷും. ഈ 2 കൂട്ടം പിള്ളേരെ, അതാണ് ഏറ്റവും വലിയ രസം. ഉപദേശിക്കാനും, നാളെ മേലിൽ മക്കളിങ്ങനെ ആകരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പോയി, പാലാ വിഴുപ്പ്, അവൻ്റെ അടുത്ത് പോയി. അതുപോലെ തന്നെ വേറെ ഏതോ ചില അരമന, ഈ അരമന അവിടെ പോയി. അവിടെ പോയിട്ട് സുഖമായിട്ട് ആഹാരം കഴിച്ചു തന്നെ കേസ്. എന്നിട്ട് അവരെ ഹീൽ ചെയ്തു, അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്തു, ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അവർ തെറ്റ് ചെയ്തവരാണ്. മറ്റെന്തെങ്കിലും പ്രകോപനമുണ്ടായിട്ടുള്ള തെറ്റല്ല, പ്രൊവോക്കേഷൻ എന്ന് പറയും. അങ്ങനെയാണ് ശരിയാണത്. എന്തെങ്കിലും കാര്യത്തിലൊരു പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നു, നമ്മൾ സ്വാഭാവികമായിട്ട് അയാളെ ചിലപ്പോൾ കല്ലെടുത്തെറിയും, ദേഷ്യപ്പെടും. ഇത് ശരിയാണ്. ഇതൊരു പ്രൊവോക്കേഷനും ഇല്ല, ഒരു കൊച്ചു കല്ലോലം, ഒരു ആന്തോളനം പോലും ഇല്ലാത്ത സുഭദ്രമായിട്ട് കിടക്കുന്ന ഒരു
സരോവരത്തിൽ വലിയൊരു ഭീമൻ കല്ലുകൊണ്ടിട്ടല്ലേ ഇവർ ചെയ്തത്. എന്നിട്ട് അവിടെ വലിയ ആന്തോളന്, വലിയ തിരമാല പോലുള്ള വലിയ ഇളക്കമുണ്ടാകുന്നു. അതിന് കുളമാണോ ഉത്തരവാദി? ഈ കല്ലിട്ടവനല്ലേ ഉത്തരവാദി? അതിൽ ഈ പാലാ വിഴുപ്പ് അവിടെ ഇരുന്ന് പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമല്ലേ വാസ്തവത്തിൽ? സമൂഹത്തോട് ചെയ്ത അപരാധമല്ലേ വാസ്തവത്തിൽ? തന്തയ്ക്ക് പ്രഖ്യാപിക്കുകയല്ലേ അവർ ചെയ്തത്? വെറുതെ ഇരിക്കുന്ന നായക്കൊരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യം വെറുതെ ഇരിക്കുന്നു. അവിടെ വലിയ പണിയൊന്നുമില്ല, കുർബാനയും കാര്യമായിട്ടുള്ള ആൾ വരവുമില്ല, കുമ്പസാരക്കൂട്ട് കാലി, പെണ്ണുങ്ങളൊന്നും ആ ഭാഗത്ത് എടുക്കില്ല. കുമ്പസാരക്കൂട്ടിനകത്ത് 10 വട്ടം പോയി ആ കുമ്പ വീർക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അടുക്കില്ല. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന നായക്കൊരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ പറഞ്ഞത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ വരുന്നത്. ഇയാൾക്ക് രാത്രി എന്തോ സ്വപ്നം തോന്നിയതാണ്, സ്വപ്നം പോലെ ദുസ്വപ്നം. അത് കള്ളും കുടിച്ച് കിടന്നോട് ഉറങ്ങുന്ന സമയത്ത് ദുസ്വപ്നമൊക്കെ ഉണ്ടാവും. വീഞ്ഞെന്ന് പറഞ്ഞാൽ ബ്രാൻഡിയാണ്, അതിനകത്ത് ഒഴിക്കും. പണ്ടേ ഏതൊരു കപ്പ്യാരുടെ കൊച്ചുമോൻ പള്ളിയിൽ ചെന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ മുത്തച്ഛനോട്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വീഞ്ഞെടുത്ത് അവർ കൊടുത്തു തലവേദന മാറാൻ. പുണ്യമായിട്ടുള്ള ഓസ്പീഷ്യസ് ആയിട്ടുള്ള സാധനമാണല്ലോ, എടുത്ത് കൊടുത്തു. പക്ഷേ പോലെ തലവേദനയ്ക്ക് മാറി, അവൻ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പോകുകയും ചെയ്തു. പിറ്റേ ദിവസം ആ സമയപ്പോൾ അവൻ പറയാം, മുത്തച്ഛൻ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, നമുക്ക് പള്ളിയിൽ പോയിട്ട് ഇന്നലെ തന്ന സാധനം കുറച്ച് കുടിക്കണം. അവർ ലഹരി, അവനൊരു രസം, സംഭവം കാര്യം മനസ്സിലായില്ലേ? അപ്പം ഇതെല്ലാം നല്ലതായിട്ട് പൂശിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് പലർക്കും പല സ്വപ്നങ്ങളൊക്കെ അനുഭവപ്പെടും. നല്ല മനോഹരമായിട്ട് സ്വപ്നങ്ങളും അല്ലാത്ത സ്വപ്നങ്ങളൊക്കെ അനുഭവപ്പെടും സ്വാഭാവികമായിട്ട്. അങ്ങനെ ഒരു സ്വപ്നം അനുഭവപ്പെട്ടു. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി ജിഹാദികൾ കൊടിയും പിടിച്ചിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ് എന്നുള്ള ഒരു തോന്നൽ അയാൾക്കുണ്ടായി. കാലത്ത് എഴുന്നേറ്റിട്ട് അയാൾ വായൽ കൂടെ കുറെ തുറി വിട്ടു, മരം, ദുർഗന്ധം. താൻ സ്വപ്നത്തിൽ കണ്ട കാര്യം മുഴുവൻ നാട്ടുകാരോട് വിളിച്ചു പോയി. ഇപ്പം എന്തായി? നാണം കാനം കെട്ടു. ഇതെങ്ങനെയെങ്കിലും ഇനിയൊന്ന് സമരസപ്പെടുത്തി കാര്യങ്ങൾ ഒന്ന് തലയൂരണം. അവരവരുടെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും അയാൾക്കെതിരാണ്. സമൂഹം ഒന്നടങ്കം അയാൾക്കെതിരാണ്. അപ്പം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കണം. ഒതുക്കി തീർക്കാനുള്ള ഒരു മാർഗം, ഒരേ ഒരു മാർഗം തെറ്റ് ചെയ്തവൻ മാപ്പ് പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തെറ്റ് ചെയ്തവൻ ആ പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണ് പിൻവലിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാവുമ്പോൾ കുറച്ചൊരു ജാള്യത ഉണ്ടാവുമല്ലോ, മാറിപ്പോകുമല്ലോ. അതുകൊണ്ട് കുട്ടികളൊക്കെയും വിളിച്ചു വരുത്തി മാഷുമാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. മക്കളെ ഇനി നാളെ മുതൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത് കേട്ടോ, അവനോട് കൈ കൊടുക്ക് എന്നും പറഞ്ഞ് വിഴുപ്പന്മാരുടെ അടുത്ത് പോയി അവർ റെഡിയാണ്. കാരണം തെറ്റ് അവരാണല്ലോ. ഇത് കഴിഞ്ഞിട്ടാണ് എവിടേക്ക് വന്നത്? ഈ 2 പുണ്യാത്മാക്കളുടെ അടുത്തേക്ക് വന്നത്. സംപൂജ്യനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തേക്കും സംപൂജ്യനായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്കും. 2 പേരും നമ്മളുടെ പണ്ടുണ്ടായിരുന്ന ആനക്കൊമ്പൻ ഏത്തപ്പഴമുണ്ട്, ഇത്ര വലിപ്പമുണ്ടാവും, അതെടുത്ത് വായിൽ കുത്തി തിരികെ കൊടുത്തു. അതുണ്ടായിരുന്നു. ഇവരവിടെ ബിരിയാണി, മിർച്ചിയും മറ്റതും മറിച്ചതും അല്ലാത്തതും വെച്ചതും വറുത്തുമായിട്ടുള്ള മാംസവും അല്ലാത്ത പച്ചമാംസമൊക്കെ അവിടെ പോയി കിട്ടും. പക്ഷെ ഇവിടെ പോയാൽ പച്ചവെള്ളം കിട്ടും. അവിടെയുള്ള അത്തരം പരിപാടികളൊന്നുമില്ല. അപ്പോൾ അവിടെ പോയത് എന്തായി? അത് വെറുതെ ആയി എന്നർത്ഥം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ജാഗ്രത പുറപ്പെടുവിക്കണം. പിള്ളേർ സെറ്റല്ലല്ലോ, ഇത് ഒരു സ്ഥാനത്തിരിക്കുന്നവരല്ലേ, ബിഷപ്പ് എന്നുള്ള സ്ഥാനത്തിരിക്കുന്നവനല്ലേ. അതിനോടൊരു ജാഗ്രത വേണ്ടേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്? ചെയ്തത് തെറ്റാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നും പറഞ്ഞു. ഈ 2 മാഷുമാരെ പറഞ്ഞയച്ചു. കെ സുധാകരൻ മാഷയും VD സതീശൻ മാഷയും പറഞ്ഞയച്ചു. അവർക്ക് മനസ്സിലായി ഇത് കുട്ടിക്കളിയല്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ബഹുമാന്യനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തേക്ക് അവരെ കൊണ്ടുചെന്നു. അവരവിടെ ചെന്നു.
അദ്ദേഹത്തിന് 90 വയസ്സാണ്. കണ്ണും കാണില്ല, ചെവിയും കാണില്ല, എഴുന്നേറ്റ് നടക്കാനും വയ്യ, ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നൊക്കെയാണ് ഈ മാഷുമാർ വിചാരിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു വാക്ക് കിട്ടാൻ വിട്ടുകള മക്കളെ ഒരു വാക്ക്. പക്ഷേ അദ്ദേഹം 19കാരനാണോ 90 ആണോ 19 ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അബൂബക്കർ മുസ്ലിയാരുടെ ഇന്നത്തെ അവസ്ഥ. അദ്ദേഹം ഇന്നും യൗവനയുക്തവനാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തന്നെ പറയാം. ഒരു സുന്ദര പുരുഷൻ കൂടിയാണ് അദ്ദേഹം. മുഖം, അദ്ദേഹത്തിൻ്റെ ചിരി കണ്ട് നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇതിലിപ്പോൾ എന്തിനാ ചർച്ചയുടെ ആവശ്യം തിരിക്കുന്നു? ഇരുകൂട്ടരും കയറി വന്നിട്ട് അന്യോന്യം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കേണ്ട ആവശ്യം തിരിക്കുന്നു? ഇതൊരു മധ്യസ്ഥതയുടെ ആവശ്യം തിരിക്കുന്നു? നിങ്ങളിപ്പോൾ എന്തിനാണ് അവിടെ വന്നതെന്നുള്ള ചോദ്യം. അയാൾ പറഞ്ഞിട്ടുള്ളത് ശരി, അയാൾ പറഞ്ഞ ശരിയല്ലായ്മ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതൊരു പ്രശ്നമായിട്ട് നിലനിർത്താതിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ ബിഷപ്പ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ പിൻവലിക്കട്ടെ. കാര്യം കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ പിൻവലിക്കാൻ താല്പര്യമില്ലെങ്കിലോ വേണ്ട, പിൻവലിക്കണ്ട എന്ന രീതിയിലാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ ബിഷപ്പ് പിൻവലിക്കണം. ഒത്തുതീർപ്പുകളും സന്ധി സംഭാഷണങ്ങളും അല്ല വേണ്ടതെന്ന് അവരും പറഞ്ഞു. ഇനി അവർക്ക് നട്ടെല്ലുണ്ടോയെന്ന് പ്രത്യേകം തപ്പി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നട്ടെല്ലുണ്ട്. ഉരുക്ക് പോലത്തെ ടാറ്റ സ്റ്റീൽ കണ്ടിട്ടില്ലേ? ടാറ്റ സ്റ്റീൽ പോലത്തെ നട്ടെല്ലുള്ളവരാണ് മുസ്ലിം നേതാക്കൾ. അത് അവർ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. മനസ്സിനും ബലമുണ്ട്, അവരുടെ വാക്കുകൾക്ക് സ്ഥിരതയുണ്ട്, പറയുമ്പോൾ ജാഗ്രതയുണ്ട്. ഏതായാലും മുതലെടുപ്പ് രാഷ്ട്രീയക്കാർക്ക് ഈ രണ്ട് പാർട്ടികളെ, കൊച്ചുങ്ങളെ, പിള്ളേരുകളെ മുമ്പിലിരുത്തി ഉപദേശിക്കാൻ കിട്ടിയൊരവസരം എന്ന് കരുതിയിട്ട് ഓടിച്ചാടി നടന്നത് എന്തായി? ആ തേങ്ങയും വെളിച്ചെണ്ണയും വെറുതെ പോയി. അതാണ് ഉണ്ടായത് വാസ്തവത്തിൽ. മുതലെടുപ്പ് രാഷ്ട്രീയക്കാർ ഇവരുടെ അടുത്ത് കാര്യം നടന്നില്ല. ചർച്ച എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നടപ്പ് ഇവരുടെ. കാരണം ഇവരുടെ പരിപാടി ഇതാണല്ലോ, നിർണായകമായിട്ടുള്ള ചർച്ച എപ്പോൾ വേണം എന്നുള്ളതിൻ്റെ ചർച്ച, ഏത് ദിവസം വേണം എന്നുള്ളതിൻ്റെ നിർണായകമായ ചർച്ച നടത്തുന്ന ആൾക്കാരൊക്കെയാണല്ലോ കോൺഗ്രസും പാർട്ടികളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ചർച്ചയാകാം, ചർച്ച അലസി പിരിഞ്ഞു രണ്ടാമതും ചർച്ചയാകാം, സന്ധി സംഭാഷണമാകാം, രണ്ട് ഭാഗത്തു നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് സന്ധി സംഭാഷണം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, രണ്ട് കൂട്ടം ആൾക്കാർ ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പുലഭ്യം പറഞ്ഞു, കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സന്ധി സംഭാഷണം വേണ്ടത്. രണ്ട് കൂട്ടം ആൾക്കാരെ വിളിച്ച് മേലിങ്ങനെ പാടില്ല. ഇപ്പോൾ രണ്ട് ചേരി ഇല്ലല്ലോ. ഒരു വിഴുപ്പൻ, ഒരു തെമ്മാടി, പാലയിലുള്ളൊരു തെമ്മാടി, അവൻ അയാളുടെ മാലിന്യം അലക്കി അഴുക്ക് വെള്ളം ഈ നാട്ടിൽ മൊത്തം അയാൾ വാരി വെതറുകയല്ലേ ചെയ്തത് വാസ്തവത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ ജിഹാദി എന്നുള്ള വാക്കും ഉപയോഗിച്ച് മുസ്ലിങ്ങളെ അവഹേളിച്ചു. ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി എത്ര അയാൾ സംസാരിക്കുന്നത്? ഇവനെ ആരാ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള കൺസെൻറ്റ് കൊടുത്തത്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. അതും ക്രിസ്ത്യാനികളെ ഏറ്റുവാങ്ങില്ല, അത് വേറെ കാര്യം. എല്ലാ ക്രിസ്ത്യാനികളും ഏറ്റുവാങ്ങുമോ? എത്രയോ പുണ്യാത്മാക്കളായ ബിഷപ്പ്മാർ പറഞ്ഞു ഇയാൾ പറഞ്ഞത് ശരിയല്ലെന്ന്. കൂർലേസിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇയാൾ പറയുന്നത് അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ, ഹിന്ദുക്കളെ നശിപ്പിക്കാൻ. ഹിന്ദുക്കൾ തൻ്റെ സെൻറ്റ് തോമസോടെ വന്നു എന്ന് പറഞ്ഞാൽ നുണക്കഥ. ആ സെൻറ്റ് തോമസ് വരുന്നതിനും കൂടെ ഒരു ഹിന്ദുക്കളുണ്ട്, ഇന്നും ഹിന്ദുക്കളുണ്ട്. അവരിങ്ങനെ ഒരു ഒഴുക്കിൽ ജീവിച്ചു പോകുന്നുണ്ട്. തൻ്റെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഓശാരത്തിൻ്റെ ആവശ്യമില്ല അവരുടെ ജീവിതം സുലഭിലമാക്കാൻ വേണ്ടി. അവരിങ്ങനെ ഒഴുകി പോയിക്കോളും. ഇപ്പം എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. പണ്ടൊരാൾ പറഞ്ഞ പോലെ, പണ്ടൊരു എന്തായാലും പറയുക, ഒരു ഈ തവള പറഞ്ഞ പോലെ, തവള ഞാനും ഒരു പോത്തച്ഛനും കൂടിയിട്ടൊരു മുതലയെ പിടിച്ചു എന്ന് അല്ല, ഞാനും മുതലയും കൂടി മുതലയച്ഛനും കൂടിയിട്ടൊരു പോത്തച്ഛനെ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ, എല്ലാം ഞാനും ഇന്നാളെന്നു എന്ന് പറഞ്ഞാൽ പറയുള്ളൂ. ഇപ്പം മറ്റേ ഹിന്ദുക്കളെയും ചേർത്തുകൊണ്ടേ വർത്താനം പറയുള്ളൂ. കളക്ടറുടെ വീടിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പം അയാളോട് വേറൊരു കാവൽക്കാരൻ ആ വഴിക്ക് പോകുമ്പോൾ ചോടോ താപ്പ് ഇവിടെയാണോ? അതെ. തനിക്ക് എത്രയോ ശമ്പളം? എനിക്ക് 56,000 രൂപ, കളക്ടർക്കും എനിക്കും കൂടിയിട്ടത്. അയാൾക്ക് 6,000 രൂപയുള്ളേ എന്ന് പറയുന്നതിലിപ്പോൾ അമുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂടി ഒന്ന് നക്കിക്കൊണ്ടിരിക്കുക എന്നർത്ഥം.
തേൻ പരട്ടിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ സന്ധി സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. അപ്പുറത്തൊരു കൂട്ടം ആൾക്കാർ തെറ്റ് ചെയ്തില്ല. അവരൊന്ന് പറഞ്ഞു, ഇവർ 2 പറഞ്ഞു, അവർ 3 പറഞ്ഞു, ഇവർ 4 പറഞ്ഞു. അങ്ങനെ വരുമ്പോഴല്ലേ സന്ധി സംഭാഷണത്തിന് ആവശ്യമുള്ളൂ. അയാൾ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞത് അത് പിൻവലിക്കണം, മാപ്പ് പറയണം, പ്രശ്നം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അത് മാന്യതയാണത്. തെറ്റിനെ തെറ്റെന്നറിയുകയും അതിന് വേണ്ടുന്ന ഹീലിംഗ്, അതിന് വേണ്ടുന്ന എന്തായാലും പറയുക, മാപ്പ് പറയുകയോ പിൻവലിക്കുകയോ ചെയ്ത് അത് മഹത്തായിട്ടുള്ള കാര്യമാണത്. മഹാത്മജി വരെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതാണിപ്പോൾ ഇവിടെ കാന്തപുരം അബൂബക്കർ സാഹിബ്, അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാന്യരായിട്ട് 2 വ്യക്തികളും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. പറയുമ്പോൾ ഒരു ജാഗ്രത വേണ്ടേടോ എന്ന് ചോദിച്ചത് മുത്തുക്കോയ തങ്ങൾ. പറഞ്ഞ കാര്യം പിൻവലിക്ക്, അല്ലാണ്ട് എന്തിനാ വേറൊരു സന്ധി സംഭാഷണം എന്ന് അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ഇവിടെ ഇന്നലെ ബ്രോക്കർ ആലഞ്ചേരി പറയുകയാണ്, കർദിനാൾ ഓരോ പേരുകൾ ഇവർ പറയുകയാണ്, വിവാദം മതിയാക്കാം. അതായത് വിവാദം തുടങ്ങാനുള്ള അവകാശവും മതിയാക്കാനുള്ള അവകാശമൊക്കെ ഇവനിൽ നിക്ഷിപ്തമാണെന്നർത്ഥം. കർദിനാൾ ബ്രോക്കർ ആലഞ്ചേരിയിൽ നിന്ന് വസ്തു ബ്രോക്കർ അയാളുടെ നിക്ഷിപ്തമാണെന്നാണ് പറയുന്നത്. ബ്രോക്കർ ആലഞ്ചേരിയിൽ ആരവിടെ വിവാദം ഉണ്ടാക്കിയത്? വിവാദം മതിയാക്കുന്ന അയാളുടെ ആൾക്കാരോടാണ് പറയേണ്ടത്. തൻ്റെ വായെന്ന് വന്ന ഛർദിലില്ലേ താൻ വാരി തിന്നടോ എന്ന് അയാളോടാണ് പറയേണ്ടത്. അയാളാണ് വിവാദമില്ല പിൻവലിക്കേണ്ടത്. മതസൗഹാർദ്ദം പുലരണം. ഇവർക്ക് എന്ത് പറഞ്ഞാലും പറയാൻ അവകാശമുള്ളത്ര വാക്കാണ് മതസൗഹാർദ്ദത്തിൻ്റെ വാക്ക്. മതസൗഹാർദ്ദത്തിൻ്റെ വാക്ക് അത് പറയാനുള്ള അവർക്ക് അവകാശം അവർക്കില്ല. ആരോടാണ് ഇപ്പോൾ മതസൗഹാർദ്ദം? സൗഹാർദ്ദം എന്ന് 2 പേര് വേണമല്ലോ. ഞാൻ എന്നോട് സൗഹാർദ്ദമായി എന്ന് പറയില്ലല്ലോ. അപ്പോൾ ആരെയും ഇവിടെ സൂചിപ്പിക്കുന്നത്? പ്രശ്നം ആരോടെയല്ല, മുസ്ലിം സമുദായത്തിലെ തലതൊട്ടപ്പന്മാരോടാണ് ഈ പറയുന്നത്. നമുക്കിനി സൗഹാർദ്ദമാകാം, നമുക്കിനി വിവാദം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വിവാദം അവസാനിപ്പിക്കുക ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ വിഴുപ്പനെ പിടിച്ചിട്ട് ചള്ളക്ക് 2 പൊട്ടിക്കുക. അതന്നെ. ശാന്തസുന്ദരമായിട്ട് കിടന്ന സരസിനകത്ത് ഒരു വലിയ കല്ലെടുത്തിട്ട് അതിനെ മറുനാശാക്കിയില്ലേ, കലക്കിയില്ലേ, കുളം കലക്കിയില്ലേ, അവനെ പിടിച്ചെടുത്ത് അവൻ്റെ ലോഹം ഊരി വലിച്ചെറിഞ്ഞിട്ട് ചവളക്ക് 2 വെച്ചുകൊണ്ട് പോടാതെ പറയുക. അതന്നെ. ഈ വിവാദം അവസാനിപ്പിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതാണ് ഈ കാരണവന്മാർ, പുണ്യാത്മാക്കളായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ഈ 2 കാരണവന്മാർ, സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ ബഹുമാന്യനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞത്. നട്ടലുള്ളവർ, മനസ്സിനും ബുദ്ധിക്കും ബലമുള്ളവർ, വാക്കിനും നോക്കിനും ജാഗ്രത പുലർത്തുന്നവർ, സമ്മതിക്കാതെ വയ്യ. അവരെ കണ്ട് പഠിക്കട്ടെ ഈ വിഴുപ്പന്മാർ. നമസ്കാരം.